ഹായ്, ഞാൻ ജംഷീർ. നിങ്ങളുടെ ആധാർ കാർഡ് ലോക്ക് ചെയ്തില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് മിസ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ആധാർ നഷ്ടപ്പെടുകയോ ഏതെങ്കിലും വിധേന മറ്റൊരാളുടെ കയ്യിൽ എത്തപ്പെടുകയോ ചെയ്താൽ എന്തെല്ലാം സംഭവിക്കുമെന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. വെറും 2 മിനിറ്റിൽ ആധാർ എങ്ങനെ ലോക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. UIDAIയിൽ നിന്നുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ആധാർ ലോക്ക്. ഇത് ചെയ്താൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് KYCക്കോ മറ്റ് വെരിഫിക്കേഷനുകൾക്കോ ആയി മറ്റാർക്കും തന്നെ ഉപയോഗിക്കാനായി സാധിക്കില്ല. നമ്മുടെ ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഈസിയായി തന്നെ അൺലോക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. 2 രീതിയിൽ നമുക്ക് ആധാർ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. UIDAI.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അതല്ല M-Aadhar എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നമുക്ക് ആധാർ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആധാർ ലോക്ക് ചെയ്യാനായി ആദ്യം തന്നെ നമുക്ക് UIDAI.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രീൻ ആവും ലഭിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാം ആധാർ സർവീസ് എന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു സ്ക്രീൻ ആവും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്ക്രീനിൽ ഒന്ന് മേലേക്കൊന്ന് നീക്കി കൊടുത്താൽ നമുക്ക് താഴെ കാണാം ആധാർ ലോക്ക് അൺലോക്ക് എന്ന്. അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ആവും ലഭിക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് ആദ്യം തന്നെ ഒരു വിർച്വൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ആധാർ ലോക്ക് ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത്. അതിനായി നമുക്ക് ആദ്യം ഒരു വിർച്വൽ ID ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ടൊന്ന് ബാക്ക് പോവുക. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം ജനറേറ്റ് VID എന്ന്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രീൻ ആവും ലഭിക്കുക. ഇവിടെ നമുക്ക് എൻ്റർ ആധാർ നമ്പർ എന്ന് കാണാം. അവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ കൊടുത്ത് ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു SMS ആയിട്ടൊരു OTP ലഭിക്കും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു വിർച്വൽ ID ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് SMS ആയും ഇതേ നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി താഴെ കാണുന്ന ഗോ ടു ഡാഷ്ബോർഡ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ആധാർ ലോക്ക് അൺലോക്ക് എന്നതിൽ ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്ക്രീൻ വരും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിർച്വൽ ID എൻ്റർ ചെയ്യാനുള്ള ഒരു കോളവും നമ്മുടെ ഫുൾ നെയിം അതേപോലെ തന്നെ നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്യാനും ക്യാപ്ച എൻ്റർ ചെയ്യാനുമുള്ളൊരു കോളവുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ജനറേറ്റ് ആയി കിട്ടിയിട്ടുള്ള VID നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ നമ്മുടെ ഫുൾ നെയിം എന്താണോ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പിൻകോഡ് അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാറിലുള്ള അതേപോലെ നമ്മുടെ നെയിം ആൻഡ് ഇനിഷ്യൽ നമ്മൾ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് OTP ലഭിക്കുകയുള്ളൂ. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ആധാറിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് OTP ലഭിക്കുകയുള്ളൂ. OTP ലഭിച്ചാൽ OTP എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ഈ റൗണ്ടിലുള്ള കോളത്തിലൊന്ന് ടിക്ക് മാർക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ആധാർ ലോക്ക് ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം യുവർ ആധാർ ഹാസ് ബീൻ ലോക്ക്ഡ് സക്സസ്ഫുള്ളി എന്ന്. ഇപ്പോൾ നമ്മുടെ ആധാർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാനും ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മാത്രം മതി. ആധാർ അൺലോക്ക് ചെയ്യാനായി മുകളിൽ കാണുന്ന ഈ ബ്ലൂ മാർക്ക് അൺലോക്ക് ആധാർ എന്നുള്ളതിൽ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ VID എൻ്റർ ചെയ്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്ത് OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആധാർ ലോക്ക് ചെയ്തതുപോലെ തന്നെ അൺലോക്ക് ചെയ്യാവുന്നതുമാണ്. വളരെ ഈസി ആയി തന്നെ നമുക്കിത് ചെയ്യാനുമാകും. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അവരുടെ ആധാറും സുരക്ഷിതമാകട്ടെ.